പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ A3 പ്രിന്ററായ എപ്സൺ L15160 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L15160 സ്കാനർ ഡ്രൈവർ എന്നുള്ള ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അവിടെ ഫസ്റ്റ് തന്നെ epson.co.inയുടെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് പ്രിൻ്റ് ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതേപോലെ USB കേബിൾ കണക്റ്റഡോ ആയിരിക്കണം. എങ്കിൽ മാത്രമേ സ്കാനർ ഡ്രൈവർ വർക്ക് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആവുകയുള്ളൂ. ഓക്കെ, വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നാൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. വിൻഡോസ് ആണോ മാക് ആണോ ഏതാണ് നിങ്ങളത് വരുന്നത് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് എഴുതിയത് കണ്ടില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെർഷൻസ് ആൾ കാണിക്കും. വിൻഡോസിൻ്റെ ആണെങ്കിൽ വിൻഡോസിൻ്റെ വെർഷൻസ് ആൾ കാണിക്കുന്നതാണ്. അതിൽ നമ്മളത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടല്ലേ, ആ ഡിറ്റക്റ്റഡ് എന്നുള്ളത് വരുന്നതാണ് നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ വരിക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പേജ് ഒന്ന് റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്നു കഴിഞ്ഞാൽ താഴോട്ട് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മസ്റ്റായിട്ട് നിങ്ങൾ ഈ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ സ്കാനർ ഡ്രൈവറിൻ്റെ ഇവിടെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഫയൽ എക്സ്ട്രാക്റ്റിംഗ് നടന്നുകൊണ്ട് ഓപ്പൺ ആയി വരും. ഇതാണ് ആപ്ലിക്കേഷൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ ജസ്റ്റ് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻസ് വരും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് വീണ്ടും കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫയൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഫിനിഷിംഗ് എന്നാണ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഫിനിഷിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോകുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് സ്കാനിങ് ടൂൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ എപ്സൻ്റെ ഒരു ഫോൾഡർ ഉണ്ടാവും. താഴെ കാണുന്ന എപ്സൻ്റെ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. യെസ്, എപ്സൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ എപ്സൺ സ്കാൻ 2 എന്ന ആപ്ലിക്കേഷനാണ് ഇതിന് വരുന്നത്, ഈ സ്കാൻ ചെയ്യാനുള്ള ടൂളായിട്ട് വരുന്നത്. അതേപോലെ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡിങ് ആയിക്കാണ്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നോർമൽ കേസിലൂടെ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് നടക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്രിവ്യൂ ആണെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. ഇതിൻ്റെ എങ്ങനെ സ്കാൻ ചെയ്യാം ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ളൊരു വലിയൊരു വീഡിയോ ഞാൻ വേറെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്കാനിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം.
സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ കൊടുത്തത് ആ ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ലാസ്റ്റത്തെ ഫയലാണ് ഞാൻ ഇപ്പോൾ സ്കാൻ ചെയ്തത്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ആക്കി വരുമ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതുവരെ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.